ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന ഒരു വരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതും വലിയ ഒരു ഉത്തരവാദിത്തമല്ലേ? ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലുടനീളമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാരണം കേരളത്തിലുടനീളം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുഴുവൻ തിരുവനന്തപുരം വരെ എല്ലായിടത്തും CPM തോറ്റ അമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തും ഇതുപോലെ ഉള്ള ഒരു കമൻറ്റ് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് അദ്ദേഹം ഈ കേരളത്തിലെ ഈ ഫലത്തിൽ കണ്ട വർഗീയത എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കണ്ണൂരിൽ പയ്യന്നൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത് വർഗീയതയായിട്ടാണോ അദ്ദേഹം കാണുന്നത്? അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത് വർഗീയതയായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ 50,000 വോട്ടിന് ജയിച്ച ശ്രീ പിണറായി വിജയൻ ആദ്യത്തെ 7 റൗണ്ട് പുറകിൽ പോവുകയും ഈ 19,000 വോട്ടിലേക്ക് താഴുകയും ചെയ്തത് വർഗീയതയായിട്ടാണോ അദ്ദേഹം കാണുന്നത്? തൃക്കരിപ്പൂരിൽ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ജയിച്ചത് വർഗീയതയായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സ്വയം ഒന്ന് നുള്ളിയിട്ട് തോറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ റിസൾട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വർഗീയതയ്ക്കെതിരെയുള്ള ക്ലാസ് എടുക്കണം. പിന്നെ 2, മുഖ്യമന്ത്രി വർഗീയതയ്ക്കെതിരെ ക്ലാസ് എടുക്കാൻ പറ്റിയൊരു മഹാനായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഈ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തിയ വർഗീയ പ്രസ്താവനകളുടെ ചെയിൻ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. നമുക്ക് വർഗീയതയില്ലാത്ത നല്ലൊരു മതനിരപേക്ഷമായ നാടാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പ്രതിപക്ഷത്താൽ കഴിയുന്ന സഹായം അവരും ചെയ്യുക, ഭരണപക്ഷം അതിനു വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുക. നമുക്കത് നന്നായി തന്നെ കൊണ്ടുപോകാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹവും പരിശോധിക്കേണ്ടത് പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്.